ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ആഹാരത്തിൽ നിന്ന് അവൻ അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. നാം അതിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കും. തിരുവചനത്തെ നാം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ, ഉയർത്തപ്പെട്ടവർ, മാനിക്കപ്പെട്ടവർ, സൗഖ്യമാക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, ഭാഗ്യശാലികൾ എന്നുവേണ്ട വലിയ ഒരു നിര നമുക്കൊക്കെ കൊതി വരുന്ന രീതിയിൽ വേദപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അതിന് അർഹരാകുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാത്തവരുണ്ട്, ശപിക്കപ്പെട്ടവരുണ്ട്, ദൈവം ഇഷ്ടപ്പെടാത്തവരുണ്ട്, ദൈവം മാറ്റി നിർത്തുന്നവരുണ്ട് എന്ന് വേണ്ട പല ഓപ്പോസിറ്റ് രീതിയിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹവും എല്ലാം അനുഗ്രഹിക്കപ്പെടണം. നാമും നമ്മുടെ സന്തതികളും അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. തിരുവചനത്തെ നാം പഠിക്കുമ്പോൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നവരുണ്ട്, എന്നാൽ വരുവാനുള്ള ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നവരുണ്ട്. ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ബിസിനസ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഇത്ര ചെലവാക്കി, ഞങ്ങൾക്ക് ഔട്ട്കം എന്തുണ്ട്? അപ്പോൾ അതിന് മറുപടിയായി കർത്താവ് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പത്രോസിന് കൊടുത്തു. നോക്കൂ, നീ ഞാൻ നിമിത്തവും സ്വർഗരാജ്യം നിമിത്തവും ഇന്നതൊക്കെ വിട്ടെന്ന് നീ പറഞ്ഞില്ലേ? അതിന് മറുപടിയായി ദൈവം നിനക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള ദൈവരാജ്യത്തിലും ഇത്ര മടങ്ങായിട്ട് നിനക്ക് ലഭിക്കും. പത്രോസിന് അത് കേട്ടപ്പോൾ ഇതിൽ വലിയൊരു പുകഴ്ചയും ഉയർന്ന ലാഭമുള്ളൊരു ബിസിനസ് മറ്റൊന്നുണ്ടെന്ന് പത്രോസിന് തോന്നിയില്ല. മറ്റ് ലോകത്തിലുള്ളതായ സകല ബിസിനസ്സുകളും ഈ ഭൂമിയിലുള്ള അനുഗ്രഹത്തെക്കുറിച്ചും മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് പത്രോസ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ട് ലോകത്തിനുമുള്ള ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് പിന്നെ അത് കൊടുക്കും എന്ന് പറഞ്ഞ ആളിനെ സ്നേഹിച്ച് സേവിച്ച് അദ്ദേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനുള്ള ഒരു ആവേശം പത്രോസിന്റെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് നമുക്ക് വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിലും അനുഗ്രഹം പ്രാപിക്കണമെന്നാണ്. ക്രിസ്തീയ ജീവിതം ഈ രണ്ട് അനുഗ്രഹത്തെയും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളിൽ നിന്ന് ഈ രണ്ട് അനുഗ്രഹങ്ങളും ഒന്നിച്ച് ഒരു പാക്ക് ഡീൽ നടത്തുന്ന ഒരു സത്യസുവിശേഷം വേറെ എങ്ങുമില്ല. വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിലും അനുഗ്രഹം. എന്നാൽ ആ അനുഗ്രഹം രണ്ടും രണ്ട് രീതിയിലാണെന്ന് മാത്രം. നാം സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടെ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം ആർക്കും കടക്കാരനല്ല. വായ്പ വാങ്ങുന്ന പണം ദൈവം തിരികെ കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവരാജ്യത്തിൽ ആരൊക്കെ വായ്പ കൊടുത്തിട്ടുണ്ടോ അവർക്ക് ദൈവം തിരിച്ച് അത് കൊടുക്കും. അല്പം കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുവാൻ, ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് ഒരു ഉപമ പറയുവാൻ താല്പര്യപ്പെട്ടു. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. വേദപുസ്തകത്തിലെങ്ങും നല്ല ശമരിയക്കാരെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ശമരിയക്കാരെ എല്ലാവരെയും ഒരുപോലെയാണ് കണ്ടിട്ടുള്ളത്. യഹൂദന്മാർ നമ്മളെയും ഒരുപോലെയാണ് കാണുന്നത്. എന്നാൽ മനുഷ്യർ കൊടുക്കുന്ന ബഹുമാനം ഈ ഭൂമിയിൽ ആ ശമരിയക്കാരന് നല്ല ഒരു ഓമന പേര് കൊടുത്തു, നല്ല ശമരിയക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അതിൽ വലിയ പുകഴ്ച എന്താണ് കിട്ടുന്നത്? അതൊരു വലിയൊരു മാന്യതയില്ലേ? നോക്കൂ, കർത്താവ് ആ ഉപമ പറഞ്ഞപ്പോൾ ആ ഉപമയുടെ അടിസ്ഥാനം
അക്കാലത്ത് വഴിയരികിലൊക്കെ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കള്ളന്മാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. നമുക്കറിയാം, ബൈക്കിൽ വന്ന് ആധുനികമായ രീതിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. ഓൺലൈനായിട്ട് ഡിജിറ്റൽ കൊള്ള നടത്തുന്നവരുണ്ട്. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് കാട്ടിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിലും ഓൺലൈനായിട്ടും വിദേശത്തിന് കെന്യയിലും ഉഗാണ്ടയിലും ഇരിക്കുന്നവരൊക്കെ നമ്മുടെ പണം അടിച്ചുകൊണ്ട് പോകും. അതിനുള്ള വിദ്യകളൊക്കെ അവർക്കറിയാം. ഇതുപോലെ വഴിയാത്രക്കാരനെ കൊള്ളയടിക്കുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിൽ ഒരു സാധുവായ മനുഷ്യനകപ്പെട്ട് അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. മുറിവരെ അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടിട്ട് അവർ പൊക്കളഞ്ഞു. പലർ വന്നു. ആർക്കും അതിൻ്റെ പുറകെ തൂങ്ങാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. വഴിയിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടും കണ്ടും മനസ്സലിഞ്ഞ് ഒരു ശമര്യക്കാരൻ നിർത്തിയ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വളരെ കലാപരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. അതിലെ ഓരോ പദങ്ങളും ഓരോ അർത്ഥം നമുക്ക് തരുന്നതാണ്. നോക്കൂ, ആ യാത്രക്കാരനെ ഈ ശമര്യക്കാരൻ ശുശ്രൂഷിച്ച് അല്പ ശുശ്രൂഷകൾ കൊടുത്ത് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ബാൻഡേജൊക്കെ ചുറ്റി അടുത്ത വഴിയമ്പലത്തിൽ ആതുര ശുശ്രൂഷ ആലയം എന്നൊക്കെ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ ഒരു ചെറിയ ആശുപത്രിയിലോ വഴിയാത്രയിൽ കൊണ്ടാക്കി തന്നെ. അതിനുശേഷം ഒരു ദിവസം തന്നോടൊപ്പം പാർത്തു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ, തനിക്ക് പോകുവാൻ സമയമായപ്പോൾ, അദ്ദേഹം ആ വഴിയമ്പലക്കാരൻ്റെ ഉടയവനെ വിളിച്ച് അദ്ദേഹത്തോട് പറയുന്ന കാര്യം നമുക്കവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പിറ്റേ നാൾ അവൻ യാത്ര പുറപ്പെടുമ്പോൾ വഴിയമ്പലക്കാരനെ അരികെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ ശുശ്രൂഷയ്ക്കും നിനക്കതിനുള്ളതായ ചാർജത്തിനും എല്ലാം കൂടെ 2 കാശ് എടുത്തു കൊടുത്തു. ആ 2 കാശിൻ്റെ വില നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുകയില്ല. കർത്താവ് വിവക്ഷിച്ചത് ജീവനും ഭക്തിയും നിലനിർത്തുവാൻ ആവശ്യമായതൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തു. അതൊരു ഭൂമിയിലെ ബ്ലെസ്സിങ്സ്, ഈ ഭൂമിയിൽ കിട്ടുവാനുള്ളതായ ഒരു പ്രതിഫലം. അതിനുശേഷം വഴിയമ്പലക്കാരൻ്റെ ആ മാനേജരോട് ആ ശമര്യക്കാരൻ പറഞ്ഞ ഒരു വാക്ക്, ഇനിയും നിന്റെ കയ്യിൽ നിന്ന് അധികമായി എന്തെങ്കിലും ചെലവഴിച്ചാൽ ഐ വിൽ ഗിവ് യു when I come back. Praise the Lord. ഞാൻ തിരികെ വരുമ്പോൾ തരാം, തന്നു തീർക്കാം. ഞാൻ നിനക്ക് കടക്കാരനല്ല. അഗതിയോട് ദരിദ്രനോട് ദയാലുവായവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വായ്പ തിരിച്ചു കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് അവനേറിയ പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നാളിനെക്കുറിച്ചൊരു പ്രത്യാശ നമുക്ക് വേണം. ഈ പ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശ വേണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതെല്ലാം ഒരു പക്ഷെങ്കിൽ ഈ ഭൂമിയിലെ അനുഗ്രഹം മാത്രമായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉന്നമനം, നല്ലൊരു ഭവനം, ഒരു വീട്, ആരോഗ്യമുള്ള ജീവിതം, സന്തോഷപ്രദമായ കുടുംബാന്തരീക്ഷം, എല്ലായിടത്തും മാന്യവും ഉയർച്ചയും ഉള്ളതായ ഒരു ആവേശപൂർണമായ ഒരു മുന്നേറ്റം, നല്ല വിദ്യാഭ്യാസം, ആരുടെയും മുൻപിൽ തല ഉയർത്തി നിൽക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മാനുഷികമായ രീതിയിലുള്ളതായ ചിന്ത. ഇവയെല്ലാം 2 കാശിൽ പെടുന്ന കാര്യമാണ്. ഈ 2 കാശിനകത്ത് ജീവനും ഭക്തിക്കും ആവശ്യമായത് എല്ലാം ഉണ്ട്. എന്നാൽ ഇദ്ദേഹം തിരികെ വരുമ്പോൾ, ഈ ശമര്യക്കാരൻ തിരികെ വരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ തിരികെ വരുമ്പോൾ ഈ വഴിയമ്പലത്തെ ഞാൻ സന്ദർശിക്കും. ഞാൻ കൊണ്ടാക്കിയ രോഗിയെക്കുറിച്ചുള്ളതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിന്നോട് ചോദിക്കും. ഞാനാണ് അദ്ദേഹത്തെ നിന്റെ കയ്യിൽ കൊണ്ടു തന്നത്. ഞാനാണ് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നത്. എൻ്റെ വാഹനത്തിൽ കയറ്റിയത് ഞാനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന 2 കാശ് ഞാൻ വരുന്നിടം വരെ അദ്ദേഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും നിന്റെ കൂലിയുമാണ്. എന്നാൽ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ അധികമായി വേണ്ടി വരും. അധികമായി നിനക്ക് ചെലവിടേണ്ടി വരും. അധികമായ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ ഉണ്ടായേക്കാം. അതുടനെ നിന്റെ കയ്യിൽ നിന്ന് തൻ്റെ ആഹാരം
അഗതിക്ക് കൊടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കിയവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവനും വന്ന് കടം തീർക്കുന്ന ഒരു കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. അതിൽ പരം ഒരു പ്രത്യാശ നമുക്കില്ല. അവൻ വരുമ്പോൾ അവന് വേണ്ടി ചെലവിട്ടവരെല്ലാം ഒരു പക്ഷെങ്കിൽ ലൈൻ നിൽക്കും. ദശാംശം കൊടുത്തവർ, വലിയ വലിയ തുക കൊടുത്തവർ. കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്, ഒരു ദിവസം ആലയത്തിന് മുൻപിൽ കർത്താവ് ഇരിക്കുമ്പോൾ അനേകർ വന്ന് ഭണ്ഡാരത്തിൽ ഇടുന്നത് കർത്താവ് കണ്ടു, യേശു കണ്ടു. എന്നാൽ ഒരു വിധവയായ വിടുന്നതും കണ്ടു. കർത്താവ് പറയാണ്, മറ്റുള്ളവരെല്ലാം അവരുടെ ധനത്തിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന്, അവരുടെ ഐശ്വര്യത്തിൽ നിന്ന് ഇട്ടപ്പോൾ ഇവളോ അവൾക്കുള്ളത് എല്ലാം അവൾ ഇട്ടു. ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അവൾ ഭണ്ഡാരത്തിലിട്ടു. രണ്ടും രണ്ട്. ഒരു പക്ഷെങ്കിൽ നീ വലിയതായ രീതിയിൽ നീ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെലവിടുകയും ചെയ്യുന്നവനായിരിക്കാം. അതിനെല്ലാം പ്രതിഫലം കർത്താവ് വരുമ്പോൾ കിട്ടുമെന്ന് നീ വിചാരിക്കരുത്. അതെല്ലാം ദൈവം നിന്റെ കയ്യിൽ തന്ന 2 കാശിൽപ്പെടുന്ന കാര്യമാണ്. എന്നാൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിനക്ക് വേണ്ടി അല്പം നീ മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് വന്ന് നിന്റെ വീട്ടിൽ ചരുതിച്ചു വെച്ച് ചെയ്യാവുന്നതെല്ലാം മറ്റുള്ളിടത്തെല്ലാം ചെയ്തു ബാക്കിയുള്ളതും കൊണ്ട് നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ ഇതാ ഒരു കൊട്ട് കേൾക്കുന്നു. ഒരഗതി, ഒരു ദരിദ്രൻ, ഒരു സാധുവായവൻ വന്ന് നിന്നോട് ചോദിക്കുകയാണ്. നീ എന്തു പറയും? നിന്റെ ഭാര്യ എന്തു പറയും? നിന്റെ കുഞ്ഞുങ്ങൾ എന്തു പറയും? ഓ, ഉള്ളതെല്ലാം കൊടുത്തു, ഇതും കൂടെ കൊടുക്കണമെന്നുണ്ടോ? നമുക്ക് കഴിക്കുന്ന ആഹാരമല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് അവരെ അങ്ങ് വിടാം. എന്നാൽ വരുവാനിരിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ദർശനമുള്ള ഒരു വ്യക്തി പറയും, ഇല്ല, നമ്മൾക്ക് വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കുമ്പോൾ എത്ര ഭാര്യമാർ അംഗീകരിക്കും? എത്ര കുഞ്ഞുങ്ങൾക്ക് അംഗീകാരമുണ്ട്? എത്ര പേർക്ക് അത് കേട്ട് സഹിക്കാൻ പറ്റും? അവരാണ് കർത്താവിൻ്റെ ഇന്ന് പ്രതിഫലം വാങ്ങുവാൻ പോകുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് അനുഗ്രഹം, വരുവാനിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുവാൻ പോകുന്നത്. അല്ലാത്തതെല്ലാം നീ ചെയ്തതിനെല്ലാം ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് തരും. കർത്താവ് ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള ലോകത്തിൽ, ദൈവരാജ്യത്തിൽ നിനക്ക് ലഭിക്കുന്നതോ, നിനക്കുള്ളത് നീ പങ്കിട്ടിട്ടുണ്ടെങ്കിൽ, നിനക്കുള്ള ആഹാരം നീ പങ്കിട്ടിട്ടുണ്ടെങ്കിൽ, അതൊരു പക്ഷെങ്കിൽ നീ ഒരു വിശ്വാസിയാകാം, പുരോഹിതനാകാം, പാസ്റ്ററാകാം, തിരുമേനിയാകാം, സ്വാമിയാകാം, മഹർഷിയാകാം, ഇല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വച്ചിരിക്കുന്ന വ്യക്തിയുമാകാം. 2 പേർക്കും വചനം അപേക്ഷികമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. നിനക്കുള്ള ആഹാരത്തിൽ നിന്ന് എടുത്ത് നീ അഗതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് പ്രതിഫലം കർത്താവ് തരും. നാം വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സദൃശവാക്യം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. തങ്ങളുടെ ആഹാരമൊന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തൻ്റെ ആഹാരം. വ്യക്തിപരമായ ഡിസിഷൻസ്, വ്യക്തിപരമായ ആശയം, വ്യക്തിപരമായ ഉൾക്കൊള്ളൽ, വ്യക്തിപരമായ അനേക പ്രായോഗിക വിശ്വാസ പ്രമാണ ജീവിതം. ഇവയെ അഭ്യസിക്കുന്നവർ, ഇവയെ അനുകരിക്കുന്നവർ, ഇവ ചെയ്യുന്നവർ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുകയും പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ ഓട്ടവും നമ്മുടെ ആരാധനയും നമ്മുടെ പാട്ടും പ്രാർത്ഥനയും കീർത്തനങ്ങളുമെല്ലാം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും ആ ദൈവരാജ്യത്തിലും ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കത്തക്കതായ ക്രിയകളായി, ആരാധനകളായി, പ്രാർത്ഥനകളായി തീരുവാൻ ദൈവം ഈ പ്രഭാതത്തിലെ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.